നീറ്റ് ഈ വർഷം നടപ്പാക്കേണ്ടതില്ലെന്ന് കേന്ദ്ര മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സുപ്രീം കോടതി ഉത്തരവ് മറികടക്കാൻ ഓർഡിനൻസ് പുറപ്പെടുവിക്കും. ഓർഡിനൻസിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. വിവരങ്ങളുമായി എസ് സന്തോഷ് ചേരുന്നു. സന്തോഷ്, എന്താണ് ഇതേ സംബന്ധിച്ചുള്ള കേന്ദ്ര സർക്കാരിന്റെ നിലപാട്? അജിംഷാദ്, സുപ്രീം കോടതിയും നീറ്റ് നടത്താൻ ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ ആദ്യഘട്ടം കഴിഞ്ഞു. രണ്ടാം ഘട്ടം ജൂൺ 24 നടത്തുകയാണ്. ഈ സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ് സംസ്ഥാനങ്ങളുടെ അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് ചൂണ്ടിക്കാണിച്ച് സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു. കേന്ദ്ര സർക്കാർ 14 സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്തി. ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ വർഷം ഈ നീറ്റ് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്കെടുത്തത്. ഇന്നത്തെ മന്ത്രിസഭ ഇത് സംബന്ധിച്ച് ഓർഡിനൻസ് ഇറക്കാൻ തീരുമാനിച്ചു. സുപ്രീം കോടതി ഈ വർഷം നീറ്റ് നടത്താൻ ഉത്തരവിട്ടിരിക്കുന്നു. അതിനെ മറികടക്കാനാണ് ഓർഡിനൻസ് പുറത്തിറക്കുന്ന ഓർഡിനൻസ് പ്രകാരം ഈ വർഷം നീറ്റ് സംസ്ഥാനങ്ങൾ നടത്തേണ്ടതില്ല. നിലവിൽ മെഡിക്കൽ പ്രവേശന പരീക്ഷ നടത്തിയ സംസ്ഥാനങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ അനുമതി നൽകുന്നതായിരിക്കും പുതിയ ഓർഡിനൻസ്. കേന്ദ്ര സർക്കാരിന്റെ ശുപാർശ രാഷ്ട്രപതി ഒപ്പിട്ട് ഓർഡിനൻസായി പുറത്തിറക്കുകയും ചെയ്യും. അജിംഷാ, തീർച്ചയായും സന്തോഷ് സർലിംഗാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. ഗവർണർക്ക് രാജിക്കത്ത് കൈമാറുകയും ചെയ്തു. തീർച്ചയായും LDF 91 സീറ്റോടുകൂടി കേരള നിയമസഭയിലേക്കുള്ള കടന്നുവരവ് സാധ്യമാക്കിയ ഘട്ടത്തിൽ കൂടിയാണ് തീർച്ചയായും ഉമ്മൻചാണ്ടി രാജിവെക്കുന്നത്. തീർച്ചയായും ശ്രീ PS സലീമിലേക്ക് പോകുമ്പോൾ, ശ്രീ PS സലീം, അതായത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെച്ചു. ഒരുപക്ഷേ നിരവധി തവണ രാജി പല കോണുകളിൽ നിന്നും ആവശ്യപ്പെടുകയും സമരങ്ങൾ ശക്തമാവുകയും സെക്രട്ടേറിയറ്റ് പോലും സ്തംഭിക്കുകയും ചെയ്തത് എന്ന ഘട്ടത്തിലൊക്കെ ഉമ്മൻചാണ്ടി പറഞ്ഞതാണ് ജനകീയ കോടതിയിൽ വിധി വരട്ടെ, അവിടെ തീരുമാനിക്കാമെന്ന്. ഒടുവിൽ അങ്ങനെയുള്ള ഒരു സമയം സാധ്യമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ മുഹൂർത്തം. ആ ചിരിയാണ് AR റഹീമിൻ്റെ മുഖത്തും കാണുന്നത്. ശ്രീ PS സലീം, അല്ല, ഇത് ചരിത്രത്തിൽ ഏറ്റവും മനോഹരമായ മുഹൂർത്തമായിട്ടൊന്നും ഇതിനെ വാഴ്ത്താൻ കഴിയില്ല. ഇല്ല, അതൊക്കെ കാലം തെളിയിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു താൽക്കാലികമായി ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് സമ്മതിക്കേണ്ടി വരും. കാരണം ഇത് ജനാധിപത്യമാണ്, ജനങ്ങളുടെ വിധിയെഴുത്ത് അംഗീകരിച്ചേ പറ്റൂ. പക്ഷെ ഇതുകൊണ്ട് ഒരു രാത്രി കൊണ്ട് പിന്നെ ഈ ലോകം അവസാനിക്കുന്നു എന്ന് പറയാൻ കഴിയാത്തതുപോലെ ഈ ഒരു പരാജയം കേരളത്തിൽ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ UDFൻ്റെയോ ഒന്നും ഒരു സമ്പൂർണ്ണ അല്ലെങ്കിൽ നിതാന്ത പരാജയമാണെന്ന രീതിയിലേക്കൊന്നും അങ്ങനെ ഒരു അജിംഷാദ് ആരും അങ്ങനെ ഒരു വിലയിരുത്തൽ പോയില്ല. ഇത് ഒട്ടേറെ ഘടകങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ കഴിഞ്ഞ തവണ 98 സീറ്റിൽ നിന്ന് 68 സീറ്റായിട്ടാണ് LDF പ്രതിപക്ഷത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് ഇരുന്നത് 47 സീറ്റുമായിട്ടാണ് പ്രതിപക്ഷത്തിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ട തർക്കം, അതിലേക്ക് നമുക്ക് എത്താം. അല്ല, AK ആന്റണിക്കുള്ള ഭൂരിപക്ഷത്തിലായിരുന്നു 99 സീറ്റ് കിട്ടിയില്ലേ? കിട്ടിയിട്ടുണ്ടല്ലോ. ഉമ്മൻചാണ്ടി നേതൃത്വത്തിന് കഴിഞ്ഞില്ല. അതിനു മുമ്പിരുന്ന LDF ഗവൺമെന്റ് ആണ്. LDF ഗവൺമെന്റ് എന്നുള്ള AK ആന്റണി കേരളത്തിന് മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. ഇത് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇത് സ്വാഭാവികമാണ്. ഞാൻ 77 ശേഷം കേരളത്തിൽ ഒരു ഗവൺമെന്റ് റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ അതിന്റെ ഫിഗർ അജിംഷാദ് സൂചിപ്പിച്ചത് ഇപ്പൊ 91 സീറ്റ് എന്ന് പറയുന്ന ഇപ്പൊ VS പോലും എക്സ്പെക്ട് ചെയ്യാത്തതാണ്. VS പറഞ്ഞ 85 സീറ്റാ പറഞ്ഞത്. VS പോലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ഫിഗറിലേക്ക് LDF എത്തി എന്നുള്ളത് നമുക്ക് സമ്മതിക്കേണ്ടി വരും. പക്ഷെ അതുകൊണ്ട് മാത്രം LDFന്റെ സമരങ്ങൾ വിജയമായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അവരുടെ ആ വാദങ്ങൾ ശരിവെക്കുന്നതല്ലേ മന്ത്രിമാരുടെ തോൽവി? അല്ല, 4 മന്ത്രിമാർ ഞാൻ ചോദിക്കട്ടെ, തോറ്റ മന്ത്രിമാർ ഏതൊക്കെയാണ്? ഒന്ന് ഷിബു ബേബി ജോൺ, ഒന്ന് K ബാബു, KP മോഹൻ. ഈ സീറ്റുകളൊക്കെ മാർജിനൽ സീറ്റ്സ് ആണ്. ഇപ്പൊ തൃപ്പൂണിത്തറ, ഞാൻ നേരത്തെ പറഞ്ഞാണ്, തൃപ്പൂണിത്തറ അടിസ്ഥാനപരമായി പ്രത്യേകിച്ചും ഡീലിമിറ്റേഷൻ ശേഷം LDFനോട് ആഭിമുഖ്യമുള്ള ഒരു മണ്ഡലമാണ്. K ബാബുവിന്റെ വ്യക്തിബന്ധങ്ങളാണ് അദ്ദേഹത്തിന്റെ ഒരു ജനപ്രിയ MLA മണ്ഡലം ഭരിക്കുന്ന ആളായി മാറുകയും വളരെ ശക്തമായി അവിടെ വേരൂന്നുകയും ചെയ്തു. അതാണ് യുവാവായ M സ്വരാജ് തകർത്തത് എന്നുള്ളത് കൂടി. M സ്വരാജും LDFും CPMും അവിടെ ഉയർത്തിയ ഒരു പ്രചരണം അത് വിജയിച്ചു എന്നുള്ള സമ്മതിക്കേണ്ടി വരും. പക്ഷെ എങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, LDF കേരളത്തിലെ പ്രചരണ രംഗത്ത് സ്വീകരിച്ച നിലപാടിൽ നിന്ന് വ്യത്യസ്തമായൊരു പ്രചരണമാണ് അവിടെ സ്വീകരിച്ചത്.
അവിടെ സ്വരാജ് വന്നിറങ്ങിയത് കെ ബാബു അഴിമതിക്കാരനാണെന്ന് ഞങ്ങൾ പറയുന്നില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് അവിടെ വന്നത്. അത് അല്ല അതിന് അല്ല ഞാൻ അവിടെ റഹീം ചിരിക്കണ്ട. ഞാൻ പറഞ്ഞത് ഈ തൃപ്പൂണിത്തുറയിൽ കുറെ കൂടി നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കെ ബാബുവിനെ പോലുള്ള ആളിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. അതിൽ CPM മാത്രമല്ല BJP ഉണ്ട്. തുറവൂർ വിശ്വംഭരൻ എന്ന് പറയുന്ന അത്രയൊന്നും ഒരു ക്ലൗട്ടുള്ള സ്ഥാനാർത്ഥി അല്ലായിട്ട് പോലും അവിടെ അവരും അതിശക്തമായ ഒരു സാന്നിധ്യം അറിയിച്ചു. അതൊക്കെ ഒരു സ്ഥാനാർത്ഥിക്കെതിരായി കെ ബാബുവിനെ പോലെ ഒരു നിരന്തരമായ ആക്രമണങ്ങൾക്ക് വിധേയമായ ഒരു ജനനേതാവ് ഒരു നേരിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ട സാഹചര്യമുണ്ട്. ഞാൻ ശ്രീ ഏറെയും PSLMന്റെ പ്രത്യേകത കണ്ടന്റുള്ള നേതാവ് എന്നത് മാത്രമല്ല തർക്കശാസ്ത്രം അറിയാം. അദ്ദേഹം യുക്തിപരമായി പല ചെസ് കളിക്കുന്നത് പോലെ. അല്ല അങ്ങനല്ല, തീർച്ചയായും ശ്രീ രാധാകൃഷ്ണ മേനോൻ കേൾക്കാമെങ്കിൽ, അതായത് പ്രധാനമായും ഇവർ രണ്ടുപേരും മീൻസ് രണ്ട് മുന്നണികളും പ്രധാനമായും ഉയർത്തിയിരുന്ന ഭീഷണി BJPയുടെ കടന്നുവരവ് എന്നതായിരുന്നു. ഒരുപക്ഷെ ഇടതുപക്ഷം അതിൽ മുമ്പോട്ട് പോകാനായി അത്തരത്തിൽ വിജയം സാധ്യമായെന്നൊക്കെ ജനകീയ വിധിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാം. എങ്കിൽ പോലും 7 ഇടത്ത് BJP 2ാം സ്ഥാനത്തെത്തുകയും താമര വിരിയിക്കാനാവുകയും ചെയ്തു. ഇതൊക്കെ പശ്ചാത്തലമായി നിൽക്കുന്ന ഘട്ടത്തിൽ പോലും രാജഗോപാൽ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ടുള്ള ആ പരിമിതിയിലേക്ക് ചുരുങ്ങി കാണുന്നു. നിങ്ങളുടെ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ നേരിയ ഉയർച്ച മാത്രം ഒരുപക്ഷെ വലിയ രീതിയിൽ നിന്ന് ചർച്ചയാവുകയും ചെയ്തു. ആ ഘട്ടത്തിൽ BDJS-ഉമായുള്ള സഖ്യം അത് ജനങ്ങൾ എത്ര കണ്ട് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്, ഇതൊക്കെ സംശയമായി നിൽക്കുന്നു. ഒരുപക്ഷെ ഇതിൽ നിങ്ങൾ തുറക്കാൻ പോകുന്ന സാധ്യതയുടെ വാതായനങ്ങൾ ഒരുപക്ഷെ ഫലിച്ചില്ല എന്നൊരു വിമർശനവും ശക്തമായുണ്ട്. ഇതിനോടൊക്കെ BJP പ്രതിരോധിക്കുന്നത് എങ്ങനെയാകും ശ്രീ രാധാകൃഷ്ണ മേനോൻ? അല്ല, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കേരളത്തിൽ BJPയുടെ അനന്തമായ സാധ്യതകളിലേക്കുള്ള വാതിൽ തുറന്നിരിക്കുകയാണ്. നേരത്തെ നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ കാലങ്ങളായി കേരള അസംബ്ലിയുടെ വാതിലുകൾ BJPക്ക് മുന്നിൽ കൊട്ടി അടച്ചിരിക്കുകയായിരുന്നു. അത് AK ആൻ്റണി അടക്കം അവസാന സമയത്ത് വീണ്ടും പറയുന്നുണ്ടായിരുന്നു, സന്ദർശക ഗാലറിയിലെ പാസ് എടുത്തിട്ടേ അവിടെ കയറാൻ ഈ പ്രാവശ്യവും അനുവദിക്കുകയുള്ളൂ. ആ AK ആൻ്റണിക്ക് ഈ പ്രാവശ്യം പാസ് എടുത്തു കൊടുക്കാൻ BJP പ്രവർത്തകർ തയ്യാറായിരിക്കുന്ന ആഹ്ലാദകരമായ അന്തരീക്ഷം കേരളത്തിലുണ്ടായി. ഒരിക്കലും ആന്റണി ഈ അസംബ്ലിയിൽ ജയിച്ചവരുടെ പിൻബലം കൊണ്ട് മാത്രം രാജ്യസഭയിലേക്ക് പോകുന്നതല്ലാതെ ജനങ്ങളെ നേരിട്ട് രാജ്യസഭയിലേക്ക് പോകാൻ തയ്യാറാവാത്ത നേതാവാണ് ആന്റണി എന്ന് ഒരു അന്തരീക്ഷം ജനങ്ങൾക്ക് ബോധ്യമായിട്ടുമുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഈ ആന്റണിയും അച്യുതാനന്ദനും അടക്കമുള്ളവർ ആസൂത്രിതമായി BJPക്ക് മുന്നിൽ കൊട്ടിയടച്ച വാതിലുകൾ തുറക്കാൻ BJPക്കായത് നിങ്ങൾ സൂചിപ്പിച്ചു. അതാണ് ശ്രീ രാധാകൃഷ്ണൻ മേനോൻ ഇടപെടുകയല്ല. ഒരു കാര്യം ഒന്ന് ആഡ് ചെയ്യാൻ അതായത് ഈ BJPയുടെ ഡമ്പ് പറച്ചിലിന് സമാനമായൊരു വിജയം ഇവിടെ സാധ്യമായിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും നിരീക്ഷകർ ഉയർത്തുന്ന സംശയം. ഒന്ന്, നിങ്ങളുടെ വോട്ടിംഗ് ശതമാനത്തിലുള്ള കാര്യമായ വലിയ വർധനവൊന്നും ഉണ്ടായില്ല. കേവലം 1% താഴെ മാത്രം വോട്ടിംഗ് ശതമാനം കൂടിയത് ഒരു കാരണമായി അവർ എടുത്തു കാട്ടുന്നു. രണ്ടാമത്തെ കാര്യം, കേന്ദ്രമന്ത്രിയായിരിക്കുകയും കേരളത്തിന് പുറത്തുള്ള രാജ്യസഭാ ഷെയറിൽ പോവുകയും കേന്ദ്രമന്ത്രിയായിരിക്കുകയും ചെയ്തു. അങ്ങനെ വ്യക്തിപരമായി തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് വലിയ സ്വാധീനമുള്ള രാജഗോപാൽ എന്ന വ്യക്തിക്ക് അപ്പുറത്തേക്ക് ഒരിടത്തേക്കും BJPക്ക് കയറി വരാനായില്ല. ഈവൻ മഞ്ചേശ്വരവും കാസർഗോഡും പോലും. ആ ഘട്ടം കൂടി ചെങ്ങന്നൂർ അടക്കം നിങ്ങൾ എഴുതി നൽകിയ അല്ലെങ്കിൽ ഉറപ്പ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയ ഒരിടത്തും കയറാനായില്ല. അതുകൂടി പരിശോധിക്കപ്പെട്ടിട്ട് വേണം താങ്കളുടെ പ്രതികരണം. അതാണ് നിരീക്ഷകരെ ഉദ്ധരിച്ച് ഞാൻ മുമ്പോട്ട് വെച്ച ചോദ്യം. ശ്രീ രാധാകൃഷ്ണ മേനോൻ. അല്ല, അത് നിങ്ങൾ പറയുന്ന ഈ കാരണങ്ങളൊക്കെ കൺസിഡർ ചെയ്യപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ അതെല്ലാം വിലയിരുത്തിയാണ് ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. അതിനകത്തൊന്നും തർക്കമില്ലല്ലോ. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് അനുകൂലമായി ഉണ്ടായിട്ടുള്ള സാഹചര്യത്തെ അത് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് കൊണ്ട് ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ ഈ തരത്തിലാണ് ഞങ്ങളുടെ പ്രവർത്തകരുടെ മുന്നിൽ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല, ഞങ്ങളുടെ അനുഭാവികളുടെ മുന്നിൽ BJPക്ക് കേരളത്തിൽ ജയിക്കാൻ കഴിയില്ല എന്ന് ഒരു പ്രചരണം ആസൂത്രിതമായി അടിച്ചേൽപ്പിച്ചുകൊണ്ടായിരുന്നു ഞങ്ങളെ ബ്ലോക്ക് ചെയ്തിരുന്നത്. ഈ പ്രാവശ്യം അതിനെ അതിജീവിക്കുന്ന പ്രചരണം ഞങ്ങൾ നടത്തിയതുകൊണ്ട് ഞങ്ങൾക്ക് അനുകൂലമായി, NDAക്ക് അനുകൂലമായി, BJPക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ജനസമൂഹം ധൈര്യപൂർവ്വം അവരുടെ വോട്ടുകൾ രേഖപ്പെടുത്തി. ആ വോട്ടുകളുടെ എണ്ണമാണ്
ഇപ്പോൾ പലരുടെയും ഉറക്കം കെടുത്തുന്ന തരത്തിൽ വർദ്ധിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ഈ വോട്ട് വർധനവ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ചില സ്ഥലത്തൊന്നുമില്ല. ഞാനത് ചോദിക്കട്ടെ, ഇപ്പോൾ മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ 80 വോട്ടിന് തോറ്റു. സുരേന്ദ്രൻ മഞ്ചേശ്വരംകാരനല്ല, സുരേന്ദ്രൻ കോഴിക്കോടുകാരനാണ്. അപ്പോൾ കോഴിക്കോട് നിന്ന് സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് മത്സരിക്കുമ്പോൾ അവിടെ കിട്ടിയ വോട്ട് ഞങ്ങളുടെ രാഷ്ട്രീയ വോട്ടാണ്. ഓ രാജഗോപാലിനെ പോലെ പണ്ട് MP ആയിട്ട് ആളൊന്നുമല്ലല്ലോ. ഇപ്പോൾ കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് മത്സരിച്ചു. ഈ രീതിയിൽ വ്യക്തികൾക്കപ്പുറത്ത് ഞങ്ങൾക്ക് സംഘടനാപരമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ ഒരു പിൻബലം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? ആ യാഥാർത്ഥ്യമാണ് വ്യക്തിപരമായി അല്ലാതെ സംഘടനാപരമായി NDAയുടെ പിൻബലം ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ പ്രദേശത്തും പ്രതിഫലിച്ചു. അതിനപ്പുറത്തേക്ക് രാജഗോപാലിനെ പോലെ പ്രാദേശികമായി കുറച്ച് പിൻബലം കൂടി അല്ലെങ്കിൽ ജനങ്ങളുടെ അംഗീകാരം കൂടി ഉള്ള ആളുകൾ വരുമ്പോൾ അവർക്ക് വിജയത്തിലേക്ക് വരാൻ കഴിഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് ആ കുറവൊക്കെ ഭാവിയിൽ പരിഹരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. ഓരോ പ്രദേശത്തും ഈ തരത്തിൽ വ്യക്തിപരമായി ബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്യാനും എല്ലാമുള്ള അനന്തമായ അവസരമാണ് ഇപ്പോൾ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് ഫലം ഞങ്ങൾക്ക് തരുന്നത്. തീർച്ചയായിട്ടും നീണ്ടുവന്ന ചർച്ച ഏതാണ്ട് അവസാനിക്കുകയാണ്. അവസാനമായി എത്തുമ്പോൾ ശ്രീ A. റഹീം, താങ്കളിലേക്ക്, അതായത് BJP പ്രധാനമായും ഉയർത്തിയ കാര്യം യുക്തിഭദ്രമാണോ? അതായത് വ്യക്തിപരമല്ല, മറിച്ച് പല കാരണങ്ങളുണ്ട്. സുരേന്ദ്രനെയൊക്കെ കോട്ട് ചെയ്ത് പറഞ്ഞത് വോട്ടിംഗ് ശതമാനത്തിൻ്റെ ഉയർച്ചയും BDJSുമായി ബന്ധപ്പെട്ട് നേട്ടമുണ്ടാക്കാനായില്ല എന്നുള്ളത് പരിശോധിക്കും എന്നൊക്കെ പറയുന്നു. ഒരുപക്ഷേ BJPയുടെ വളർച്ച എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നോവുന്നത് ഇടതുപക്ഷമാണെന്നാണ് പൊതുവെയുള്ളൊരു വെയ്പ്പ്. അതുകൊണ്ട് കൂടി നിങ്ങളുടെയൊക്കെ പറച്ചിൽ വെച്ച് നോക്കുമ്പോൾ തന്നെ ശ്രീ P. S. സലീമിന് അങ്ങനെ പറയണ്ട. വസ്തുതാപരമായി തന്നെ തെറ്റാണ്. അവരുടെ പ്രകടിപ്പിക്കാവുന്ന ഒരു ആത്മവിശ്വാസം അവർ പ്രകടിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ നോക്കൂ, സസ്റ്റൈനബിളായിട്ട് BJPയുടെ വോട്ട് പിടിച്ചു നിർത്താനാകുന്നുണ്ട് എങ്കിൽ ഇതേ രാജഗോപാൽ ഒരു ഫാക്ടറല്ല എന്നവർ പറയുന്നുവെങ്കിൽ ശ്രീ രാജഗോപാൽ നേരത്തെ മത്സരിച്ച് പ്രൂവ് ചെയ്ത ഒരു സ്ഥലമാണ് നെയ്യാറ്റിൻകര ബൈ ഇലക്ഷൻ. ഇപ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥിക്ക് വെറും 13,000 വോട്ടാണ് കിട്ടിയത്. 13,000 ഏതാണ്ട് അതിൽ 20,000-ൽ ചൂടെ അദ്ദേഹം മത്സരിച്ചു. അരുവിക്കര. അപ്പോൾ അവർ പറഞ്ഞു BJPക്ക് കിട്ടുന്ന ഒരു പ്രത്യയശാസ്ത്രപരമായി കിട്ടുന്ന BJPയുടെ ഒരു രാഷ്ട്രീയ പിന്തുണയാണ് അത് എങ്കിൽ എന്തുകൊണ്ട് അരുവിക്കരയിലെ മാസങ്ങൾക്കിപ്പുറം അത് നിലനിർത്താൻ അവർക്കായില്ല? ഇത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അത് നിങ്ങൾ ഈ പറയുന്നത് രാധാകൃഷ്ണൻ പറഞ്ഞത് തെറ്റാണ് എന്ന് ഞാൻ പറയുന്നു. മറ്റൊരു കാര്യം, BJP വളരെ കൊട്ടിഘോഷിച്ചാണ് വന്നത്. BJPക്ക് ഇനി ഇതിലേറെ ഒന്നും കേരളത്തിൽ ചെയ്യാനില്ല. പ്രചരണത്തിൽ പരമാവധി. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയിലെ മന്ത്രിമാർ, ഇന്ത്യയിൽ ഭരിക്കുന്നൊരു പാർട്ടി എന്നുള്ള നിലയിൽ ഇന്നിപ്പോൾ തിരഞ്ഞെടുപ്പിൽ പണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പ്രചരണത്തിലും മറ്റു എല്ലാ കാര്യങ്ങൾക്കും പണം ഇത്രയധികം BJPക്ക് സുലഭമായി ലഭിച്ചൊരു കാലം. അങ്ങനെ BJPക്ക് എല്ലാ തരത്തിലും വലിയൊരു മേൽക്കൈ ഉണ്ടാക്കി പ്രചരണത്തിൽ കൊണ്ടുവരാൻ വേണ്ടി അവർ നടത്തിയ പരിശ്രമങ്ങൾ, ഇതുപോലൊരു പരിശ്രമം നടത്താൻ ഇനി അവർക്ക് BJPക്ക് അവസരം ഉണ്ടാകുമെന്ന് ഞാനൊരു കരുതുന്നില്ല. അങ്ങനെ BJPയുടെ ഒരു ഫൈനൽ മാക്സിമം പ്രഷർ അവരെടുത്തിട്ടാണ് ചെയ്തത്. അവർക്കൊരു മുന്നണി ഉണ്ടാക്കാനായി. എന്നിട്ട് എന്താണ് അവർ നേടിയത്? ഒന്നും നേടിയില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ വന്ന അപകടം ഞാൻ പറയുന്നു. ശ്രീ രാധാകൃഷ്ണൻ അതിനെ എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ BJPയുടെ NDAയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഏതായിരുന്നു? ഇപ്പോൾ LDFൻ്റെത് സ്വാഭാവികമായിട്ടും ഏതൊരാൾക്കും അറിയാം, അത് CPIM ആണ് അതിൻ്റെ നേതൃത്വം. UDFിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് ആണ് അതിൻ്റെ നേതൃത്വം. സ്വാഭാവികമായും NDAയുടെ നേതൃത്വമായി വരേണ്ടിയിരുന്നത് BJP ആണ്. ഞാൻ പറയുന്നു, ശ്രീ രാധാകൃഷ്ണൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് കൗതുകപൂർവ്വം ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. NDAയുടെ ഹെഡ്ക്വാർട്ടേഴ്സായി പ്രവർത്തിച്ചത് തിരുവനന്തപുരത്തെ അരിസ്റ്റോയിലുള്ള മാരാർ ഭവനല്ല, മറിച്ച് കണിച്ചുകുളങ്ങരയിലെ വെള്ളാപ്പള്ളിയുടെ വസതിയാണ്. നിങ്ങൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു സാക്ഷാൽ ശ്രീ കുമ്മനം രാജശേഖരൻ. പാവപ്പെട്ട ശ്രീ കുമ്മനം രാജശേഖരന് തമാശയ്ക്ക് പറഞ്ഞാൽ ഒരു സ്കൂട്ടി പോലും കൊടുക്കാത്തിടത്താണ് അദ്ദേഹത്തിന് പറന്നിറങ്ങാൻ ഹെലികോപ്റ്റർ കൊടുത്തത്. ആർക്കാണ് നിങ്ങൾ പരിഗണന കൊടുത്തത്? ഇതിങ്ങനെ പരിഗണന കൊടുത്ത് വാഴിക്കാൻ പറ്റിയ ഒരു പ്രതിഭാസമാണോ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ? ഞാൻ ചോദിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയല്ല. അദ്ദേഹം ആരോപണത്തിൻ്റെ കരുനിഴലിൽ നിൽക്കുകയാണ്. ഇവർ ഉന്നയിച്ച 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഹിന്ദു പൊളിറ്റിക്സാണ് അവർ ഉന്നയിച്ചത്. ഒരു ഹിന്ദു സന്യാസിയെ കൊലപ്പെടുത്തിയതിൻ്റെ ആരോപണത്തിൻ്റെ കരുനിഴലിൽ നിൽക്കുന്നയാൾ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. ആ വെള്ളാപ്പള്ളി നടേശൻ അവർക്ക് എങ്ങനെ കൂടാൻ പറ്റി?
അദ്ദേഹത്തെ മുന്നിൽ നിർത്താൻ പറ്റി. 2, ഇവർ പറഞ്ഞ ഒന്ന് പ്രധാനപ്പെട്ടത് അഴിമതിയാണ്. ഏറ്റവും വലിയ അഴിമതി ആരോപണങ്ങൾ നേരിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിന്റെ മകനും. എങ്ങനെയാണ് ശ്രീ രാധാകൃഷ്ണ മേനോൻ അദ്ദേഹം അക്കമിട്ട് നിരത്തിയത് ഇതാണ്. ഒരുപക്ഷെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ BJP അവരുടെ വില കൊണ്ടുപോയി കളഞ്ഞു BDJS-മായി ചേർന്ന്. ഫലമാകട്ടെ ഒരു പ്രയോജനവും ഉണ്ടായില്ല. അമിത പ്രാധാന്യം അവർക്ക് നൽകുകയും ചെയ്തു. സംഘടനാപരമായി നിങ്ങൾ ഒന്ന് തിരുത്തണമെന്ന ഉപദേശം കൂടി റഹീം അല്ലെങ്കിൽ CPIM-ന്റെ ഭാഗത്തുനിന്നുണ്ട് എന്ന് കരുതാനാവില്ല എങ്കിൽ പോലും. ശ്രീ രാധാകൃഷ്ണൻ 10 സെക്കൻഡ്. അല്ല, CPIM-ന് അങ്ങനെ ഒരു അഭിപ്രായം വരുന്നത് എനിക്ക് നന്നായി മനസ്സിലാവും, കേൾവിക്കാർക്കും നന്നായി മനസ്സിലാവും. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ NDAയുടെ നേതൃത്വം പ്രാവശ്യം വഹിച്ചത് ശ്രീ കുമ്മനം രാജശേഖരൻ തന്നെയാണ്. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനാണ് NDAയുടെ നേതൃത്വം വഹിച്ചിരുന്നത്. BJP-യാണ് NDAക്ക് ലീഡ് ചെയ്തത്. അതിനൊന്നും ആർക്കും സംശയം വേണ്ട. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്ന ഒരു സന്ദേശം, ഇപ്പോൾ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ വെള്ളാപ്പള്ളി നടേശൻ്റെ വരവോടുകൂടി അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടതുകൊണ്ട് വലിയ നഷ്ടങ്ങൾ BJP-ക്കുണ്ടായി എന്ന് CPM-ന് ആരോപിക്കാം. പക്ഷേ ഞങ്ങൾ അത് നഷ്ടമാണോ ലാഭമാണോ? തീർച്ചയായും ശ്രീ റഹീം, സമയപരിമിതി ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ ചർച്ച വൈൻഡപ്പ് ചെയ്യുന്ന ഘട്ടമായതുകൊണ്ട് കൂടി ശ്രീ PS സലീമിലേക്ക് പോകാം. NDA കോൺഫിഡൻസ് ആണ് പറയുന്നെങ്കിൽ പോലും ഒരുപക്ഷെ രാധാകൃഷ്ണന്റെ ശരീരഭാഷ തന്നെ ആത്മവിശ്വാസ കുറവ് തീർച്ചയായും ഒരു അവസാനമായി ശ്രീ PS സലീം, ഡൊമിനിക് പ്രസന്റേഷൻ അവസാനമായി പറഞ്ഞ് ഏറ്റവും പുതിയതായി ഞങ്ങളുടെ പീപ്പിൾ TV പോകുന്ന ബ്രേക്കിംഗ് അനുസരിച്ച് നോക്കുമ്പോൾ, അതായത് ഗ്രൂപ്പാണ് തന്നെ പിന്നിൽ നിന്ന് കുത്തിയതെന്ന ധ്വനി വരുന്ന പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പിന്റെ അപ്രമാദിത്വം ഉണ്ട് എന്ന് പറയുന്ന ഒരു ഘട്ടം, ഗ്രൂപ്പ് തന്നെ പിൻകുത്തുണ്ടായെന്ന് ഡൊമിനിക് പ്രസന്റേഷൻ പറയുന്ന ഒരു ഘട്ടം, ഇതിലേക്ക് കൂടി പരാമർശിച്ചുകൊണ്ട് BJP ബന്ധത്തെ സംബന്ധിച്ച് കൂടി ഇപ്പം പരാജയപ്പെടുന്ന സ്ഥാനാർത്ഥികളുടെ ഈ ദിവസങ്ങളിലെ പ്രതികരണങ്ങൾ നമ്മൾ ഒരിക്കലും സീരിയസ് എടുക്കേണ്ട കാര്യമില്ല. സ്വാഭാവികമായും പരാജയം ഉൾക്കൊള്ളാൻ കഴിയാത്തവർ സ്വാഭാവികമായും അവർക്ക് പെട്ടെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ആ രീതിയിൽ പ്രതികരിക്കും. അത്രേ ഉള്ളൂ. ഒരു വൈകാരിക പ്രതികരണം എന്ന രീതിയിൽ കണ്ടാൽ മതി. ഇതൊക്കെ ഇപ്പം ഡൊമിനിക് മാത്രമല്ല, പത്മജ പറഞ്ഞു, ഇതൊക്കെ 2 ദിവസം കഴിയുമ്പോൾ കാര്യങ്ങൾ വിശകലനം ചെയ്ത് മനസ്സിലാക്കി നമ്മൾ പരാജയമായി ഉൾക്കൊള്ളാൻ. അതിന് മറ്റാരെങ്കിലും ഇപ്പം റിബലിന്റെ സാന്നിധ്യം ഡൊമിനിക്കിനുണ്ടായിരുന്നു. റിബലിനെ പാർട്ടി പുറത്താക്കുകയും ചെയ്തു. അപ്പം അതിനപ്പുറം നമുക്കൊരു പാർട്ടിക്ക് അതിനപ്പുറം മുമ്പോട്ട് പോകാൻ കഴിയില്ല. അപ്പം സ്വാഭാവികമായിട്ടും ഡൊമിനിക്ക് പറഞ്ഞതിനെക്കുറിച്ചൊരു സീരിയസ് ആയി കാണേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം കോൺഗ്രസിൽ അതൊരു തർക്കമേയുമല്ല, അതൊരു വിഷയമല്ല. തീർച്ചയായും ആ പോസ്റ്റിനെ നിങ്ങൾ ആരും കരുതുന്ന ഒരു വലിയ അപ്രമാദിത്വം അല്ല, അങ്ങനെയൊന്നുമില്ല. തീർച്ചയായും സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രം. വാർത്തകളിലേക്ക്. പ്രതിപക്ഷ നേതൃസ്ഥാനം സംബന്ധിച്ച ചോദ്യത്തിന് കൃത്യമായി മറുപടി നൽകാതെ ഉമ്മൻചാണ്ടി. കാര്യങ്ങൾ നേതൃത്വത്തെ ബോധിപ്പിച്ചിട്ടുണ്ടെന്നും തോൽവിയുടെ മുഖ്യ ഉത്തരവാദിത്വം തനിക്കാണെന്നും ഉമ്മൻചാണ്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് അങ്ങ് എത്തിച്ചേരത്തില്ല എന്ന തരത്തിലുള്ള ചില സൂചനകൾ, അത് സംബന്ധിച്ച് എന്ത് തരത്തിലുള്ള ഒരു വ്യാഖ്യാനമാണ് അങ്ങേക്ക് നൽകേണ്ടത്? എത്തിച്ചേരുമെന്ന് ആരെങ്കിലും പറഞ്ഞോ? അല്ല, അതിനോട് താല്പര്യമില്ല. അത് പാർട്ടി നേതൃത്വത്തെയാണ് അറിയിക്കേണ്ടത്. ഞാൻ ഇന്നലെ അത് സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും പറയാനില്ല.